സംസ്ഥാനത്ത് മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമാക്കുന്നു. വർഷത്തിൽ 5 ചലാനുകൾ ലഭിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. പിഴ കുടിശ്ശികയുള്ള വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. എല്ലാ നിയമ നടപടികളും വാഹനത്തിന്റെ RC ഉടമയ്ക്കെതിരെയായിരിക്കും എന്ന കാര്യം കൂടി പുതുതായി വരികയാണ്. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിനേഷ്, കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പും ആ രീതിയിൽ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് വർഷത്തിൽ 5 ചലാനുകൾ, അത് ഈ പറയുന്ന പോലെ ഏറ്റവും ലളിതമായ ഏറ്റവും ലഘുവായിട്ടുള്ള നിയമലംഘനങ്ങളാണെങ്കിൽ പോലും പിടിവീഴും എന്നുള്ളതാണ്. അങ്ങനെ 5 തവണ ചലാനുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. പക്ഷെ അതിനും എനിക്ക് തോന്നുന്നു ഒരു 3 മാസത്തെ പരിധിയാണുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ്, ഏത് രീതിയിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ നിയമങ്ങളെ അല്ലെങ്കിൽ പുതിയ നിർദ്ദേശങ്ങളെ നോക്കിക്കാണുന്നത്? കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പിന്റെ അതായത് ഈ ഭേദഗതി, ഈ നിയമം വന്നത് കഴിഞ്ഞ ജനുവരി മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിലാണിപ്പോൾ ഭേദഗതി വരുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനമായും പുതിയ ഭേദഗതി പ്രകാരം വർഷത്തിൽ 5 ചലാനുകൾ ലഭിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്കാണ് പോവുക. പിഴ കുടിശ്ശികയുള്ള വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അതായത് ഇപ്പോൾ നമുക്ക് 45 ദിവസമാണ് അവധി നൽകിയിട്ട് സമയം തന്നിട്ടുള്ളത്. ഈ 45 ദിവസത്തിനകം ഇപ്പോൾ ഉദാഹരണമായി നമ്മളിപ്പോൾ ഒരു കടന്നു പോകുമ്പോൾ അവിടെ ക്യാമറയിൽ AI ക്യാമറയിൽ നമ്മൾ പതിയുന്നു. അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം, ഉദാഹരണമായി പുറകിൽ ഇരിക്കുന്ന ഒരാൾ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചലാനുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 45 ദിവസത്തിനകം ഇത് സെറ്റിൽ ചെയ്യണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാവും. ഒപ്പം തന്നെ 5 ചലാനുകൾ തുടർച്ചയായി 5 ചലാനുകൾ ഒരു വർഷത്തിനുള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ RC ഉടമയുടെ ലൈസൻസ് റദ്ദാക്കും. അത് ഒരു പക്ഷേ ഇപ്പോൾ എൻ്റെ വാഹനം മറ്റൊരാൾ എടുത്തിട്ട് പോവുകയോ അങ്ങനെ എടുത്തു പോയി ഉണ്ടായാൽ പോലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്കായിരിക്കും. അത് മുൻകാലങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ കർശനമാക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആണ് ഇതിലെടുത്തു പറയേണ്ട കാര്യം. കർശന ഭേദഗതികളോടെയാണ് ഇത്തവണത്തെ മോട്ടോർ വാഹന നിയമത്തിൽ കേന്ദ്രം വരുത്തിയിരിക്കുന്നത്. ഇതിലാണിപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പും എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും ബ്ലാക്ക് ലിസ്റ്റിലുള്ള വാഹനങ്ങൾക്ക് സേവനങ്ങളൊന്നും പിന്നെ ലഭിക്കില്ല. അതായത് ബ്ലാക്ക് ലിസ്റ്റിലുള്ള വാഹനങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിയും. അങ്ങനെ വരികയാണെങ്കിൽ വാഹനങ്ങൾ പിന്നെ എങ്ങനെ ഇറക്കിക്കൊണ്ടുപോകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് അതിന്റെ കൃത്യമായ ഒരു വിവരം എന്തായാലും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഞാനിപ്പോൾ എന്റെ ബൈക്ക് എടുത്ത് ഞാൻ ഹെൽമെറ്റ് ഇടാതെ ഒരു 5 തവണ പുറത്തിറങ്ങി പോലീസ് പിടിച്ചു, സ്വാഭാവികമായിട്ടും എന്റെ ലൈസൻസ് റദ്ദാകും. അത് എത്ര കാലത്തേക്ക് റദ്ദാക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത മോട്ടോർ വാഹന വകുപ്പ് വരുത്തിയിട്ടുണ്ടോ? അതിൻ്റെ കൃത്യമായ ഒരു കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഒരു വ്യക്തത നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. എത്ര തവണ അതിന് ലൈസൻസ് റദ്ദായി കഴിഞ്ഞാൽ പിന്നെ എന്ത് നടപടിയിലേക്കാവും പോവുക, വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ ശേഷമായിരിക്കുമോ നമുക്ക് ലൈസൻസ് നൽകുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു പ്രാഥമിക വിവരം അനുസരിച്ചാണെങ്കിൽ 5 തവണ 5 ചലാനുകൾ ഒരു വർഷത്തിനിടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ലൈസൻസ് റദ്ദാക്കും. അതുപോലെ തന്നെ പിഴ, നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 45 ദിവസം മുമ്പായിരിക്കും നമ്മൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചലാൻ ലഭിച്ചിട്ടുണ്ടാവുക. ഏതെങ്കിലും രീതിയിലുള്ള വയലേഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് ക്യാമറയിൽ പതിയുന്നു. ഒരു പക്ഷേ നമുക്കൊരു മെസ്സേജ് നമ്മൾ മൊബൈലിൽ ഒരു മെസ്സേജ് പോലും നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ പോലും നടപടി ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. സാധാരണ നമുക്കറിയാം, ഇപ്പോൾ ഒരു AI ക്യാമറയിൽ ഏതെങ്കിലും വയലേഷൻ, നമ്മുടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഒരു വയലേഷൻ അതിനകത്ത് പതിഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ദൃശ്യം പതിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മെസ്സേജ് ആയിട്ടാണ് സാധാരണ നിലയിൽ അയക്കാറുള്ളത് മോട്ടോർ വാഹന വകുപ്പ്. അത് ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും 45 ദിവസത്തിനകം നടപടിയെടുക്കാം. ബ്ലാക്ക് ലിസ്റ്റിൽ വാഹനം ഉൾപ്പെടും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ ബ്ലാക്ക് ലിസ്റ്റിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ വാഹനവുമായി നമുക്ക് നിരത്തിലിറങ്ങാൻ കഴിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ വാഹനം പിടിച്ചെടുക്കാനുള്ളൊരു നിർദ്ദേശം ഉൾപ്പെടെയാണ് ഈ ഭേദഗതിയിലുള്ളത്. പ്രജിത്ത്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളിലേക്കാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മാറിയിരിക്കുന്നത്. കേന്ദ്ര ഗതാഗത മന്ത്രാലയം നേരത്തെ തന്നെ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ചില ഭേദഗതികളോടുകൂടി തന്നെയാണ്. ഈ ഭേദഗതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബൈക്കൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക, ഈ പറയുന്നത് പോലെ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കുക, അതോടൊപ്പം തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, ഇങ്ങനെ ചെറിയ എല്ലാ നിയമലംഘനങ്ങളും കൃത്യമായി പിടിവീഴും എന്നുള്ളതാണ്. അങ്ങനെ 5 തവണ വയലേഷൻ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ലൈസൻസ് റദ്ദാക്കും, സസ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. അത് എത്ര കാലം വരെ എന്നെ സംബന്ധിച്ചൊക്കെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ. എന്തായാലും കൃത്യമായ ഇടപെടൽ ഇതിൽ സർക്കാർ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് നടത്താൻ പോകുന്നു. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി തന്നെ ഈ ഗതാഗത നിയമങ്ങൾ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുക. അത് വാഹനം ഓടിക്കുന്നത്, അപകടങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ തന്നെ വലിയ പരിധിവരെ കുറവുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.